നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻസൈറ്റി ആൻഡ് സ്ട്രെസ് ഡിസോർഡേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ആൻസൈറ്റി ഡിസോർഡേഴ്സിനെ പറ്റിയും പറയുന്നുണ്ട്, സ്ട്രെസ് ഡിസോർഡേഴ്സിനെ പറ്റിയും പറയുന്നുണ്ട്. ഓക്കെ, ആദ്യം നമുക്കിതിൻ്റെ സിമിലാരിറ്റീസ് നോക്കാം. ആൻസൈറ്റി ആൻഡ് സ്ട്രെസ് ഡിസോർഡേഴ്സ്, രണ്ട് ഡിസോർഡേഴ്സ് വന്നാലും ഇത്തരം വ്യക്തികളിൽ നമുക്ക് അകാരണമായിട്ടുള്ളൊരു പേടി കാണാൻ പറ്റും. അത് ചിലപ്പോൾ നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. നമ്മൾ നോർമലായിട്ട് കടന്നു പോകുന്ന ചില സ്റ്റേജിലൂടെ ഇവർക്ക് പേടിക്കാതെ കടന്നു പോകാൻ പറ്റില്ല. ഇവർ ഭയങ്കരമായിട്ട് അതിൻ്റെ വേസ്റ്റ് സിനാറിയോ ആലോചിച്ചിട്ട്, അതായത് എനിക്ക് എന്തെങ്കിലും പറ്റുമോ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറ്റുമോ, ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മരിക്കുമോ, അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു പേടി അല്ലെങ്കിൽ ആകുലതകൾ ഇവർക്കുണ്ടാകും. അപ്പം ഈ ഒരു പേടിയെയും ആകുലതയും ഒക്കെ അനുസരിച്ച് അവരുടെ ശരീരവും റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. അതായത് നമുക്കറിയാം, നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഹാർട്ട് ബീറ്റ് കൂടും, അങ്ങനെയുള്ള സ്ട്രെസ് റെസ്പോൺസുകൾ വരും. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടുക, വിറയ്ക്കുക, അതേപോലെ തന്നെ അടിവയറ്റുന്ന ഒരു തരിപ്പ് അല്ലെങ്കിൽ ഒരു ബേണിങ് എഫക്റ്റ് ഫീൽ ചെയ്യുക, അങ്ങനെയുള്ള സ്ട്രെസ് റെസ്പോൺസ്, ബോഡി ഇത്തരത്തിലുള്ള റെസ്പോൺസുകൾ നമുക്ക് തരാൻ തുടങ്ങും. ഓക്കെ, ഇത് ഒത്തിരി കാലത്തേക്ക് ഇവർക്ക് ഉണ്ടാവും. അതായത് എന്തിനാണോ ഇവരിങ്ങനെ പേടിക്കുന്നത്, ആ പേടിയും ഈ ഒരു ശരീരത്തിലെ സിംറ്റംസും ഒക്കെ ഒത്തിരി കാലത്തേക്ക് ഉണ്ടാവും. അത് അവരുടെ ഓവറോൾ ലൈഫിനെ എഫക്റ്റ് ചെയ്യും. അതായത് ഇപ്പം ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ ജോലി എടുക്കുന്നവരാണെങ്കിൽ ഈ ഡെയിലി ആക്ടിവിറ്റീസിനെ ഇത് ബാധിക്കും. പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കും, റിലേഷൻഷിപ്പിനെ ബാധിക്കും. അങ്ങനെ ഓവറോൾ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ ഈ ഒരു ആൻസൈറ്റി ആൻഡ് സ്ട്രെസ് ഡിസോർഡേഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് നോക്കാം. അതായത് എന്താണ് ആൻസൈറ്റി ഡിസോർഡേഴ്സ്, എന്താണ് സ്ട്രെസ് ഡിസോർഡേഴ്സ്, ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ്. ഫസ്റ്റ്, ആൻസൈറ്റി ഡിസോർഡേഴ്സ്. ആൻസൈറ്റി എങ്ങനെയാണ് നോർമൽ ഫിയറിൽ നിന്നും ഡിഫറെൻ്റ് ആവുന്നത്? ഒരു ഉദാഹരണത്തിലൂടെ പറയാം. നമ്മളിപ്പോൾ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു പട്ടീനെ നമ്മൾ കണ്ടു. പട്ടി നമ്മളെ നോക്കി കുരയ്ക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്കൊരു പേടിയാവും അല്ലേ? നമുക്ക് പേടിയാകും. അത് ഈ ഒരു റെസ്പോൺസ് ഒക്കെ വരാൻ തുടങ്ങും. അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, നമ്മൾ ചുറ്റും ഇങ്ങനെ നോക്കും, ആരെങ്കിലും നമ്മളെ രക്ഷിക്കാനുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്കൊരു ആശ്വാസമായിരുന്നു, അതെല്ലാം നമ്മൾ നോക്കും. ഓക്കെ, പിന്നെ പട്ടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി റിലാക്സ് ആവും. ഓക്കെ, നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതായത് ഈ സ്ട്രെസ് റെസ്പോൺസൊക്കെ തിരിച്ച് റിലാക്സ്ഡ് ആയിട്ട് പോകും. ഇതൊരു നോർമൽ പേടിയാണ്. അതായത് ഇത് കുറച്ച് സമയത്തേക്ക് നിലനിൽക്കുള്ളൂ, ടെമ്പററി ആണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ ബോഡിയുടെ ഒരു അലാം സിസ്റ്റമാണ്. നമുക്ക് എപ്പോഴൊക്കെ അപകടം വരുന്നോ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യും. പെട്ടെന്ന് തന്നെ ബോഡി ഇത്തരം റെസ്പോൺസ് കാണിക്കാൻ തുടങ്ങും. എന്നാലല്ലേ നമുക്ക് ആ ഒരു പട്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക. അല്ലെങ്കിൽ ആ എന്ത് അപകടമാണോ വരുന്നത് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ശരീരം ഈ റെസ്പോൺസ് കാണിക്കുന്നത്. ഇത് നോർമൽ ഫിയർ. എന്നാൽ ആൻസൈറ്റി എന്ന് പറയുന്നത് വിത്തൗട്ട് എനി ഡേഞ്ചർ, അവിടെ ഒരു ഡേഞ്ചർ ഉണ്ടാവില്ല. അവിടെ ഇതുപോലെ ഒരു പട്ടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഡേഞ്ചർ, നമുക്ക് അപകടം ഉണ്ടാക്കുന്ന ഒരു സാധനവും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ബോഡി ഇത്തരം റെസ്പോൺസ് കാണിക്കുകയും അല്ലെങ്കിൽ നമ്മൾ പേടിക്കുക ചെയ്യുന്നതിനെയാണ് ആൻസൈറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, ഞാൻ വീട്ടിൽ നിന്നേ ആലോചിക്കുകയാണ് ഈശ്വര, അല്ലെങ്കിൽ ആ വഴീൻ്റെ അടുത്ത് വരെ എത്തുമ്പോഴത്തേക്കും ഞാൻ ആലോചിക്കുകയാണ് ഈ വഴിയിൽ പട്ടി ഉണ്ടാവും, പട്ടി എന്നെ നോക്കി കുരയ്ക്കും, അതെൻ്റെ മേലേക്ക് ചാടും, അതെന്നെ കടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേവിഷബാധയേക്കും, എന്നെ രക്ഷിക്കാൻ അടുത്തൊന്നും ആൾക്കാരുണ്ടാവില്ല, ഞാൻ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ മരിക്കും. അങ്ങനെ വേസ്റ്റ് സിനാറിയോ ആലോചിച്ച് ഇങ്ങനെ പോകും. നെഗറ്റീവായിട്ടുള്ള കാര്യം ആലോചിച്ച് പോയിട്ട് ഈ നമ്മുടെ ശരീരം എന്ത് ചെയ്യും, ഈ റെസ്പോൺസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരം വേർക്കാൻ തുടങ്ങും, നമ്മൾ വിറയ്ക്കാൻ തുടങ്ങും, നമ്മൾ ചിലപ്പോൾ തലയിറങ്ങി വീണെന്ന് വരെ ഇരിക്കും. ഇവിടെ എന്താ പ്രശ്നം? നമ്മൾ ആ വഴീൻ്റെ തുടക്കത്തിലാണ്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്, എന്നിട്ടാണ് നമ്മളിങ്ങനെ ആലോചിച്ച് ഉണ്ടാക്കുന്നത്. അവിടെ ആക്ച്വലി പട്ടി ഇല്ല,
അപ്പോൾ ഡേഞ്ചർ അവിടെ ഇല്ല, പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെ ആകുലതപ്പെടുകയാണ് അല്ലെങ്കിൽ എക്സസീവായിട്ടുള്ളൊരു ഫിയർ കാണിക്കുകയാണ്, നമ്മുടെ ശരീരം അതിനനുസരിച്ചുള്ള റെസ്പോണ്ട് തരികയാണ്. ഇതിനെയാണ് ആൻസൈറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ആൻസൈറ്റി ഒരുപാട് കാലം നിലനിൽക്കുകയാണെങ്കിൽ നമ്മൾ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയും. ഓക്കെ, സോ നോർമൽ ഫിയർ എന്ന് പറയുന്നത് അവിടെ ഒരു ഡേഞ്ചർ ഉണ്ട് എന്നിട്ടാണ് നമ്മൾ പേടിക്കുന്നത്. പക്ഷെ ആൻസൈറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡേഞ്ചർ ഉണ്ടാവില്ല, പക്ഷെ എന്നാലും നമുക്ക് അകാരണമായിട്ടുള്ള പേടി തോന്നും, നമ്മൾ ആകുലതപ്പെടാൻ തോന്നും, നമുക്ക് വേസ്റ്റ് സിനാരിയോ നമ്മളിങ്ങനെ ചിന്തിച്ച് കൂട്ടും, നമ്മുടെ ശരീരം അതിനനുസരിച്ചുള്ള റെസ്പോൺസും തരും. ഓക്കെ, അഫ്കോഴ്സ് ഇത് എന്താണ്, നമ്മുടെ ഓവറോൾ ലൈഫിനെ, നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെയും റിലേഷൻഷിപ്പിനെയും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെയും ഒക്കെ ബാധിക്കും. ഓക്കെ, ഇനി നമുക്ക് സ്ട്രെസ് ഡിസോർഡർ നോക്കാം. സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത് ആൻസൈറ്റിയിൽ അവിടെ ഒരു ഡേഞ്ചർ ഇല്ല. ഓക്കെ, പക്ഷെ സ്ട്രെസ് ഡിസോർഡറിൽ അവിടെ ഓൾറെഡി ഒരു ട്രിഗർ ഉണ്ടായിട്ടുണ്ട്. ഒന്നെങ്കിൽ ഒരു ട്രോമ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ലൈഫ് ചേഞ്ച്, നമ്മൾ എങ്ങോട്ടെങ്കിലും ഒരു സ്ഥലം മാറ്റം കിട്ടി, അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറി, അങ്ങനെ എന്തെങ്കിലും ഒരു ട്രിഗർ അവിടെ ഓൾറെഡി ഉണ്ടായി. ഓക്കെ, അതിന് ശേഷം നമുക്ക് വരുന്നൊരു പേടി അല്ലെങ്കിൽ ആകുലത, സ്ട്രെസ് റെസ്പോൺസ്, ഇതിനെയൊക്കെയാണ് നമ്മൾ സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. സോ ഓൾറെഡി അവിടെ ഒരു ട്രിഗർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അതിനുശേഷം നമ്മൾ സ്ട്രെസ്ഡ് ആവുന്നതിന് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അകാരണമായിട്ടുള്ള പേടി കാര്യങ്ങളും വരുന്നതിനെയും നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസിനെ, റിലേഷൻഷിപ്പിനെ, വർക്കിനെ ഒക്കെ ഇത് ബാധിക്കുന്നതിനെയുമാണ് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ ആൻസൈറ്റി ആൻഡ് സ്ട്രെസ് ഡിസോർഡേഴ്സ് വളരെ കോമൺ ആയിട്ട് പീപ്പിൾസിൽ കണ്ടുവരുന്നൊരു കാര്യമാണ്. നമ്മൾ ഡിപ്രഷനൊക്കെ പോലെ തന്നെ. ഇനി നമുക്ക് കുറച്ച് കോമൺ സിംറ്റംസ് നോക്കാം. അതായത് ഈ ഒരു ആൻസൈറ്റി ഡിസോർഡേഴ്സ് ആണെങ്കിലും സ്ട്രെസ് ഡിസോർഡേഴ്സ് ആണെങ്കിലും ഇവരിൽ രണ്ടുപേരിലും കാണപ്പെടുന്ന കുറച്ച് ലക്ഷണങ്ങൾ, കോമൺ ആയിട്ട് കാണപ്പെടുന്ന ബേസിക് ആയിട്ടുള്ള ലക്ഷണങ്ങൾ നോക്കാം. അതിനെ നമുക്ക് 3 എണ്ണമായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്നാമത്തേത് സൈക്കോളജിക്കൽ സിംറ്റംസ്, രണ്ടാമത്തേത് ഓട്ടോണോമിക്കൽ സിംറ്റംസ് എന്ന് വെച്ചാൽ ഫിസിക്കലാണ്, നമ്മുടെ ശരീരത്തിൽ കാണുന്ന കുറച്ച് മാറ്റങ്ങളെയാണ് നമ്മൾ ഓട്ടോണോമിക്കൽ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ബിഹേവിയറൽ, നമ്മുടെ പെരുമാറ്റത്തിൽ സംഭവിക്കുന്ന ചേഞ്ചസ് ആണ് ബിഹേവിയറിൽ പറയുന്നത്. അപ്പോൾ സൈക്കോളജിക്കൽ എന്തൊക്കെയാണുള്ളത്, എക്സസീവ് ആയിട്ടുള്ള വെറി, അതായത് ഇങ്ങനെ സംഭവിക്കുമോ അങ്ങനെ സംഭവിക്കുമോ, നമ്മൾ മരിച്ചു പോവുമോ, എനിക്ക് ഇന്ന ഡിസീസാണോ, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര വേസ്റ്റ് സിനാരിയോ ആലോചിച്ച് നമ്മൾ ആകുലതപ്പെടില്ലേ, ഇതിനെയാണ് എക്സസീവ് വെറി എന്ന് പറയുന്നത്. പിന്നെ ഒരു തരം അസ്വസ്ഥത, പിന്നെ അകാരണമായിട്ടുള്ള പേടി, എവിടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഇതൊക്കെയാണ് സൈക്കോളജിക്കലിൽ പറയുന്നത്. ഇനി ഓട്ടോണോമിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ചസിൽ എന്തൊക്കെയാണ്, ഹാർട്ട് ബീറ്റ് കൂടുക, നമുക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, വിറയ്ക്കുക, മസിൽ ടെൻഷൻ, മെയിനായിട്ടും ഈ ഒരു നെക്കിൻ്റെയും നമ്മുടെ ഷോൾഡറിൻ്റെയും ഒക്കെ ഭാഗത്തായിട്ട് ഒരു വലിഞ്ഞു മുറുകുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ തലവേദന, ഈ സ്റ്റൊമക്ക് ഇഷ്യൂ എന്ന് വെച്ചാൽ ചിലവർക്ക് ഒരു വയറ്റുന്നൊരു കാളൽ പോലെ അല്ലെങ്കിൽ ഒരു തരിപ്പ് കയറുന്ന പോലെ, ചിലർക്ക് ബാത്റൂം പോകാനുള്ളൊരു അങ്ങനത്തെ ഒരു ഫീലിങ്ങൊക്കെ തോന്നാറുണ്ട്. പിന്നെ തലകറക്കം, ചില ആൾക്കാർക്ക് ഭയങ്കര ഡിസി ആയിട്ട് തോന്നും. പിന്നെ ഉറക്കക്കുറവ് മാത്രമല്ല, ഉറങ്ങിപ്പോയി കഴിഞ്ഞാലും നൈറ്റ് മെയർസ്, മോശമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നതും ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ എന്തൊക്കെയാണ് പെരുമാറ്റം, നമ്മുടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും, അവർ കഴിയുന്നതും അവർ എന്താണോ പേടിക്കുന്നത് അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ നോക്കും. എന്ത് വില കൊടുത്തും അവർ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ നോക്കും. ഇപ്പോൾ സ്റ്റേജിൽ കയറാൻ പേടിയുള്ള ഒരാളാണെന്ന് വിചാരിച്ചോ, അതാണ് അവരുടെ ആൻസൈറ്റി, നമ്മൾ സ്റ്റേജ് ഫിയർ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എന്ത് വില കൊടുത്തും അവർ സ്റ്റേജിൽ കയറുന്നത് ഒഴിവാക്കും. കാരണം എന്താ, അവർക്ക് സ്റ്റേജിൽ കയറി ഇത്രയും പേർക്ക് അഭിമുഖമായിട്ട് ഒരു കാര്യം സംസാരിക്കാൻ പേടിയായിരിക്കും.
ഇപ്പോൾ അവർ വിചാരിക്കുന്നത് ഞാൻ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ തല ഇറങ്ങി വെക്കുമോ, അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ പറ്റില്ലേ, ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെന്നെ കളിയാക്കുമോ, അവരെന്നെ ജഡ്ജ് ചെയ്യുമോ, അവർ എന്നെ പറ്റി കുറ്റം പറയുമോ, ഇങ്ങനെയുള്ള വേസ്റ്റ് സിനാരിയോസ് ആലോചിച്ച് അവർക്ക് സ്റ്റേജിൽ കയറാൻ തന്നെ പേടിയായിരിക്കും. ഓക്കെ, സോ അവോയ്ഡൻസ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം സ്റ്റേജിൽ കയറുന്നത് ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ സെമിനാർ പ്രസൻറ്റ് ചെയ്യുന്നത് ഇത്തരം ഓഡിയൻസിനെ നേരിടേണ്ട സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നോ അത്രയും തോറും നമ്മുടെ പേടി ഓരോ നിമിഷവും കൂടി വരുന്നുകൊണ്ടിരിക്കും. അത് ഇത്തരം ആൾക്കാർ അറിയുന്നില്ല. അവോയ്ഡൻസ് ചെയ്യുമ്പോൾ നമുക്കൊരു ടെമ്പററി ആശ്വാസം കിട്ടും. നമ്മളൊരു കാര്യം ഒഴിവാക്കുമ്പോൾ നമുക്കൊരു ടെമ്പററി ആയിട്ടുള്ള ആശ്വാസം കിട്ടും. അത് ശരിയാണ്. പക്ഷേ നമ്മൾ എത്രത്തോളം ഒഴിവാക്കുന്നോ അത്രത്തോളം നമ്മുടെ പേടി കൂടി വരിക ചെയ്യുക. ഓക്കെ, പിന്നെയുള്ള ഒരു കാര്യമാണ് റെസ്റ്റ്ലെസ്നെസ്. അവർക്ക് അവരുടെ ശരീരമാണെങ്കിലും അവരുടെ മനസ്സാണെങ്കിലും ഒട്ടും റിലാക്സ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളത് കമ്പൾസീവ് ചെക്കിംഗ് ആണ്. ചില ആൾക്കാരുണ്ട്, ചില ആൻസൈറ്റി ഡിസോർഡർ, ഇപ്പോൾ OCD ഉള്ളവരിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് കമ്പൾസീവ് ചെക്കിംഗ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കതക്, അതായത് വാതിലടച്ചോ എന്നുള്ളൊരു പേടിയുള്ള ഒരാൾ, ഇവർ കിടക്കാൻ നേരത്ത് ഇവരിങ്ങനെ പിന്നെയും ഇങ്ങനെ പോയി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, വാതിൽ നന്നായിട്ട് അടച്ചിട്ടുണ്ടോ, ലോക്ക് ചെയ്തിട്ടുണ്ടോ, കറക്റ്റായിട്ടാണോ എന്നുള്ളത്. കാരണം ഇവർക്ക് ഉറങ്ങാൻ പറ്റില്ല. പല ചിന്തകൾ കാരണം ഇവർക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇവർ ചിന്തിക്കുന്നത് ഞാൻ നന്നായിട്ട് വാതിൽ അടച്ചിട്ടുണ്ടോ, ലോക്ക് ചെയ്തിട്ടുണ്ടോ, കീ കറക്റ്റ് സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ടോ, അങ്ങനെ ഞാൻ ഡോർ അടച്ചില്ലെങ്കിൽ വല്ലവരും പുറത്തുനിന്ന് വന്ന് എന്നെ ഉപദ്രവിച്ചാലോ, എൻ്റെ മക്കളെ ഉപദ്രവിച്ചാലോ, എൻ്റെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ വൈഫിനെ ഉപദ്രവിച്ചാലോ. സോ ഇത്തരം ചിന്തകൾ കൊണ്ട് അവർക്ക് ഉറങ്ങാൻ പറ്റില്ല. അവരെന്ത് ചെയ്യും, പിന്നെയും ഇങ്ങനെ ഡോർ ലോക്ക് ചെയ്തോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഉള്ളവരിൽ മിക്കവരിലും കാണുന്നൊരു കാര്യമാണ് കമ്പൾസീവ് ചെക്കിങ്. അവർ സേഫാണ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്, ഈ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഇത്തരം ചിന്തകൾ കുറയ്ക്കാനും വേണ്ടിയിട്ട് അവരിങ്ങനെ വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇത്രയാണ് നമ്മുടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ബിഹേവിയറൽ സിംറ്റംസ് ഓഫ് ആൻസൈറ്റി ആൻഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ആദ്യം ആൻസൈറ്റി ഡിസോർഡേഴ്സ് നോക്കാം. അപ്പം നമുക്കൊരു അഞ്ച് ആൻസൈറ്റി ഡിസോർഡേഴ്സ് നോക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് സോഷ്യൽ ഫോബിയ അല്ലെങ്കിൽ സോഷ്യൽ ആൻസൈറ്റി എന്ന് നമ്മൾ പറയും. ഇത് പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. സോഷ്യൽ സിറ്റുവേഷൻസൊക്കെ അവോയ്ഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ എവിടെയൊക്കെ നമ്മൾ സാമൂഹ്യപരമായിട്ട് സമ്പർക്കം പുലർത്തേണ്ട ആവശ്യമുണ്ടോ അത്തരം സമ്പർക്കങ്ങൾ ഒഴിവാക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത്തരം സമ്പർക്കങ്ങൾ പേടിക്കുന്ന ആൾക്കാരാണ് ഈ സോഷ്യൽ ആൻസൈറ്റി ഉള്ളവർ. ഇവർ ഈ പറഞ്ഞ പോലെ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുകയോ, അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂൾ കുട്ടികളാണെങ്കിൽ ഒരു സെമിനാർ എടുക്കാൻ പോലും അവർക്ക് പേടിയായിരിക്കും. പിന്നെ പബ്ലിക്കിൽ പോയിട്ട് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഒരാളെടുത്ത് എന്തെങ്കിലും ചോദിക്കുക, ഇതൊക്കെ അവർക്ക് ഭയങ്കര പേടിയായിരിക്കും. ഒരു ഫാമിലി ഫങ്ഷനിലോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ആളുകൾ കൂടുന്ന ഒരു ഫങ്ഷന് പങ്കെടുക്കാൻ, അതേപോലെ ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള എൻകൗണ്ടർ എന്ന് വെച്ചാൽ ഇപ്പോൾ ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും സംസാരിക്കാൻ വരെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത്തരം ചില ആൾക്കാരിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സോഷ്യൽ ഐസൊലേഷൻ, അതായത് ചില ആൾക്കാർ വീടിന് പുറത്തേക്കേ ഇറങ്ങില്ല, അങ്ങനെയുള്ളവരും ഉണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേടിയുള്ളത്? കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻലി ഇവർക്ക് ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റ് ആണ്. മറ്റുള്ളവർ നമ്മളെ നെഗറ്റീവായിട്ട് ജഡ്ജ് ചെയ്യുമോ, അവരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള ചില ചിന്തകൾ നമുക്കുണ്ടാവില്ലേ. ഇങ്ങനെ മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുമോ, കളിയാക്കുമോ, ഹ്യൂമിലിയേറ്റ് ചെയ്യുമോ, കുറ്റം പറയുമോ, ഇങ്ങനെയൊക്കെയുള്ളൊരു തോട്ട്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നതുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു സോഷ്യൽ ആൻസൈറ്റി ഉണ്ടാവുന്നത്. ഇവരെന്ത് വില കൊടുത്തും ഇത്തരം സമ്പർക്കങ്ങൾ ഒഴിവാക്കാനായിരിക്കും ശ്രമിക്കുക. പിന്നെ ഈ സോഷ്യൽ ഫോബിയ അല്ലെങ്കിൽ സോഷ്യൽ ആൻസൈറ്റി എന്ന് പറയുന്നത് പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും ഒരേപോലെയാണ് കണ്ടുവരുന്നത്. ഇതൊരു അഡോൾസൻ ഏജിൽ ഒരു 12 വയസ്സ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത ആൻസൈറ്റി ഡിസോർഡറാണ് സ്പെസിഫിക്
സ്പെസിഫിക് ഫോബിയ, ആ ഇതും ആ പേരിൽ തന്നെ നമുക്കുണ്ട്. സ്പെസിഫിക് എന്ന് വെച്ചാൽ എന്താ, ചില പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ചില പെർട്ടിക്കുലർ പ്ലേസ്, സിറ്റുവേഷൻ, ഇതിനോടൊക്കെ ആയിരിക്കും ഇവർക്ക് ഈ ഒരു കാരണമായിട്ടുള്ള പേടിയുള്ളത്, ഈ ഒരു ആൻസൈറ്റി ഉള്ളത്. ചിലർക്ക് ചില ആനിമൽസ് ആയിരിക്കും, ചില ബേർഡ്സ് ആയിരിക്കും, ഹൈറ്റ് പേടിയുള്ളവരുണ്ട്, ചിലന്തിനെ പേടിയുള്ളവരുണ്ട്, അങ്ങനെ ഫ്ലൈയിങ് ഒബ്ജക്റ്റിനെ പേടിയുള്ളവരുണ്ട്, ചില ഈ പറക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ല അതിനെ പേടിയുള്ളവരുണ്ട്, പ്ലെയിൻസ് പേടിയുള്ളവരുണ്ട്, ഇടിമിന്നൽ, അങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. മറ്റു ചിലർക്ക് ഈ അടച്ചു പൂട്ടിയുള്ള മുറികൾ അല്ലെങ്കിൽ ലിഫ്റ്റുകളൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ സാധനങ്ങളായിരിക്കും പേടി ഉണ്ടാവുക. ചിലവരെടുക്കുകയാണെങ്കിൽ ബ്ലഡ് പേടിയുള്ളവരുണ്ടാവും. ഈ ബ്ലഡ് പേടി എന്ന് പറയുമ്പോൾ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്നത് മാത്രമല്ല, മറ്റുള്ളവരുടെ ശരീരത്തിൽ വരുന്നതും പേടിയായിരിക്കും. ഒരു ഹോസ്പിറ്റലിൽ പോകാൻ അവർക്ക് പേടിയായിരിക്കും. അതേപോലെ തന്നെ ഈ ഇറച്ചി വെട്ടുന്ന സ്ഥലങ്ങളില്ലേ, അങ്ങനെ പോകാൻ അവർക്ക് പേടിയായിരിക്കും. ആക്സിഡൻറ്റ് നടക്കുന്നിടത്ത് പോകാൻ പേടിയായിരിക്കും. അങ്ങനെ ബ്ലഡുമായിട്ട് റിലേറ്റഡ് ബ്ലഡിൻ്റെ ഫോട്ടോ കാണുമ്പോഴോ വീഡിയോ കാണുമ്പോഴോ ഒക്കെ ഇവർക്ക് ഈ ഒരു ആൻസൈറ്റി വരും. ഓക്കെ, ഈ ഒരു പേടി ഉള്ളതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഇവർ ഇത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കാം. ഈ സോഷ്യൽ ഫോബിയ ഒരു ചൈൽഡ്ഹുഡ്, ചെറുപ്പത്തിലെ തന്നെ വരും, അല്ലെങ്കിൽ ഒരു 17-18 വയസ്സ് തൊട്ടേ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഇത് പെർസിസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അത് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് ഏത് ആൻസൈറ്റി ഡിസോർഡേഴ്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. മൂന്നാമത്തേതാണ് പാനിക് ഡിസോർഡർ. പാനിക് ഡിസോർഡർ എന്ന് വെച്ചാൽ വളരെ അപ്രതീക്ഷിതമായിട്ട്, അതായത് നമ്മൾ പോലും വിചാരിക്കാത്ത ടൈമിൽ, നമ്മൾ ചിലപ്പോൾ അപ്പോൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കണമെന്നില്ല, വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നൊരു സമയമായിരിക്കും, അല്ലെങ്കിൽ വളരെ നോർമലായിട്ടിരിക്കുന്നൊരു ടൈമിൽ പാനിക് അറ്റാക്സ് വരുന്നതിനെയാണ് പാനിക് ഡിസോർഡർ എന്ന് പറയുന്നത്. അതും ഒരു മാസത്തിൽ 3-4 തവണ പാനിക് അറ്റാക്സ് വരണം. അപ്പോഴാണ് നമ്മൾ പാനിക് ഡിസോർഡർ എന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. ഇനി എന്താണ് പാനിക് അറ്റാക്സ്? പാനിക് അറ്റാക്ക് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സമയത്ത് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുക, നമുക്കൊരു ചെസ്റ്റിൽ, നമ്മുടെ നെഞ്ചിലൊരു വേദന അനുഭവപ്പെടുക, പെട്ടെന്ന് നമുക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വരിക, നമുക്ക് വിയർക്കുന്ന പോലെ തോന്നുക, അല്ലെങ്കിൽ ഒരു തല കറങ്ങുന്ന പോലെ തോന്നുക, ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നത്, നമ്മൾ എവിടെയാണ് ഉള്ളത് എന്നൊന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുക. ഇതിനെയാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. വളരെ സഡനായിട്ടാണ് ഇത് നടക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ഈ ഒരു ഹാർട്ട് ബീറ്റ് കൂടുന്നതും ഈ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും വിയർക്കുന്നതും അല്ലെങ്കിൽ തല കറങ്ങുന്നതും ഒക്കെ നമുക്ക് തോന്നാം. ഇതിനെയാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. ചിലവർ ഈ പാനിക് അറ്റാക്കിനെ സാധാ അറ്റാക്കായിട്ട് തെറ്റിദ്ധരിച്ചിട്ട് ഹോസ്പിറ്റൽസിലൊക്കെ കൊണ്ടുപോയി കാണിക്കും. ഓക്കെ, സോ അവിടെ നിന്ന് പിന്നീടാണ് അവരറിയുക ഇത് ആൻസൈറ്റി ഡിസോർഡറിൽ പെടുന്ന കാര്യമാണെന്നുള്ളത്. ഈ ഇങ്ങനൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് അവർ പറയുന്നത് ഞാൻ മരിക്കാൻ പോവാണ്, എനിക്ക് ഭ്രാന്താവുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൺട്രോള് പോകുന്ന പോലെ, അങ്ങനെയൊക്കെ ആയിരിക്കും ഇവർക്ക് തോന്നുക. കൂടുതലും ഞാൻ മരിക്കാൻ പോവാണ്, എനിക്ക് എന്തോ വലിയ അസുഖമുണ്ട് എന്നൊക്കെ തോന്നുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ എവിടെ വെച്ചിട്ടാണോ ഈ ഒരു അറ്റാക്ക് ഉണ്ടാകുന്നത് ആ സിറ്റുവേഷൻസ് അവർ ഒഴിവാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനൊരു പാനിക് അറ്റാക്ക് ഉണ്ടായെങ്കിൽ പിന്നെ ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് പോവില്ല. ഓക്കെ, ഹോസ്പിറ്റലിൽ പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിക്കൊണ്ടിരിക്കും. കാരണം എനിക്കതൊരു പേടിയായി. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെയും ഈ ഒരു അറ്റാക്ക് ഉണ്ടാവുമോ എന്നുള്ളൊരു തോട്ടായിരിക്കും എനിക്കുണ്ടാവുക. അടുത്ത ആൻസൈറ്റി ഡിസോർഡറാണ് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ, GAD എന്നാണ് നമ്മൾ ചുരുക്കി പറയാം. ഓക്കെ, GAD എന്ന് പറയുന്നത് ഇവർക്ക് എല്ലാത്തിനോടും പേടിയായിരിക്കും. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സിറ്റുവേഷൻ അങ്ങനെയൊന്നുമില്ല, ഇവർക്ക് എല്ലാത്തിനോടും പേടിയായിരിക്കും. ഇപ്പോൾ അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, അതായത് അവർ എണീച്ചത് തൊട്ട് ഉറങ്ങുന്നത് വരെയുള്ള പല സംഭവങ്ങളും നടക്കുമല്ലോ, ഡെയിലി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡെയിലി ഈവൻറ്റ്സ്, ഇതിനെയൊക്കെ ചുറ്റിപ്പറ്റി അവരുടെ പേടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു അമ്മ,
ഓക്കെ. സോ അവരുടെ മക്കൾ പുറത്ത് പോവുകയാണെങ്കിൽ ഇവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഈശ്വര അവർക്ക് എന്തെങ്കിലും ആപത്ത് പറ്റുമോ, ഇവർ ഇന്ന സ്ഥലത്തേക്ക് തന്നെയാണോ പോയിട്ടുള്ളത്, ഇവർ കറക്റ്റായിട്ട് സേഫായിട്ട് അവിടെ എത്തിക്കാണോ, ഇങ്ങനെ വിചാരിച്ച് അവരൊരു 100 വട്ടം വിളിച്ചിട്ടുണ്ടാകും എങ്ങനെ സേഫാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഡെയിലി ലൈഫിലെ എല്ലാ ആക്ടിവിറ്റീസിനും ഇവൻസിനും ഒക്കെ ചുറ്റിപ്പറ്റി ഇവർക്ക് പേടിയായിരിക്കും. ഇവർക്ക് ഇപ്പോൾ ലക്ഷണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു നെർവസ് ആയിരിക്കും, ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടാകും. ഈ ടെൻഷൻ ഉള്ളത് കൊണ്ടും ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്ത ഉള്ളിലുള്ളത് കൊണ്ടും ഇവർക്ക് ഒരു കാര്യത്തിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. ഇവരുടെ മൈൻഡാണെങ്കിലും ബോഡി ആണെങ്കിലും ശരീരമാണെങ്കിലും ഒരിക്കലും റിലാക്സ്ഡ് ആവില്ല. കാരണം എപ്പോഴും ഈ ഒരു വേസ്റ്റ് സിനാരിയോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവുമല്ലോ, അതേപോലെ ടെൻഷൻ അടിക്കുകയാണല്ലോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ബോഡിയും മൈൻഡും ആണെങ്കിലും നമുക്ക് റിലാക്സ് ചെയ്യിക്കാൻ പറ്റില്ല. പിന്നെ ഫിസിക്കൽ സിംറ്റംസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മസിൽ ടെൻഷൻ, വിയർക്കുക, ഹാർട്ട് റേറ്റ് കൂടുക, തൊണ്ട വരളുന്ന പോലെ തോന്നുക, തല കറങ്ങുക, അതേപോലെ ഉറക്ക പ്രശ്നങ്ങൾ, ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട്, ഉറങ്ങിയാൽ തന്നെ സ്വപ്നം കാണുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒക്കെ ഇവർക്ക് ഉണ്ടാവും. ഇത് കൂടുതലായിട്ടും വുമൻസിലാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻസൈറ്റി ഡിസോർഡറാണ് OCD, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ഇത് കുറച്ചും കൂടെ പരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാകുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ് OCD എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ ഇതിൽ ഒബ്സഷൻസും ഉണ്ട്, കമ്പൽഷൻസും ഉണ്ട്. ഒബ്സഷൻസ് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ചിന്തകളാണ്. ഒട്ടും ലോജിക്കലല്ലാത്ത എന്നാൽ നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന അത്തരം ഇൻട്രൂസീവായിട്ടുള്ള തോട്ട്സിനെ, ചിന്തകളെയാണ് ഒബ്സഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരം ചിന്തകൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്കൊരു ആൻസൈറ്റി ഫോം ചെയ്യും, അല്ലെങ്കിൽ അവർ ഒന്ന് സ്ട്രെസ്ഡ് ആവും. ഈ സ്ട്രെസ്സിന് അല്ലെങ്കിൽ ആൻസൈറ്റീനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് പ്രവർത്തികൾ ചെയ്യും. അതിനെയാണ് കമ്പൽഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഒരു എക്സാമ്പിൾ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, അതായത് നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഡോർ അടിക്കുന്ന എക്സാമ്പിൾ. ഡോറ് അടച്ചില്ലെങ്കിൽ കള്ളൻ വരും, എന്നെ ഉപദ്രവിക്കും എന്നുള്ളത് അവരുടെ ഒബ്സഷനാണ്. അത് ചിലപ്പോൾ ലോജിക്കലല്ല, പക്ഷെ അവരെ ബാധിക്കുന്ന, ആൻസൈറ്റി ഉണ്ടാക്കുന്ന ചിന്തകളാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ആ ആൻസൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും വീണ്ടും ഡോർ അടച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതാണ് കമ്പൽഷൻസ്. അവർ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ബിഹേവിയേഴ്സാണ് കമ്പൽഷൻസ്. വേറൊരു എക്സാമ്പിൾ പറയാം. കൈ കഴുകുന്നതുമായിട്ട് ബന്ധപ്പെട്ട OCD. ഇപ്പോൾ OCD ഉള്ളവരിൽ ചിലവരിൽ വൃത്തിയായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാറുണ്ട്. അപ്പം ഇവർക്ക് കയ്യിൽ എന്തെങ്കിലും മണ്ണ് പറ്റി പിടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കഴുകിയിട്ടും പോവാത്ത എന്തെങ്കിലും അണുക്കളുണ്ടോ എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടാവും. ഇത്തരം അണുക്കൾ ഉണ്ടെങ്കിൽ അത് ഞാൻ നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ എൻ്റെ ശരീരത്തിലെത്തും, അപ്പോൾ എനിക്ക് അസുഖങ്ങൾ ഉണ്ടാവും, ഞാൻ മരിച്ചു പോകും, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു പോകും എന്നുള്ളൊരു ചിന്ത ഇവർക്ക് ഉണ്ടാവുകയും ഇതിനനുസരിച്ച് ഇവർക്കൊരു ആൻസൈറ്റി വരും. അതായത് ഇവർ ഭയങ്കരമായിട്ട് പേടി വരികയും ആൻസൈറ്റി വരികയും ചെയ്യും. സോ ഈ ആൻസൈറ്റീനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും, കൈ കഴുകുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടും. ഇതിനെയാണ് കമ്പൽഷൻസ് എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അല്ലെങ്കിൽ OCD എന്ന് പറയുന്നത്. ഇത് അത്ര സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല. അതായത് വളരെ ടൈം എടുക്കുന്ന, ഇപ്പോൾ ഒരു ദിവസം തന്നെ ഒരു 10-15 പ്രാവശ്യമെങ്കിലും അവർ കൈ കഴുകും. അത് വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ മറ്റുള്ള എല്ലാ പ്രവൃത്തിനെയും ഈ ഒരു സാധനം ബാധിക്കുകയും ചെയ്യും. പിന്നെ ഇവർക്ക് ഒട്ടും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു തോട്ടും ഈ ചെയ്യുന്ന പ്രവൃത്തിയും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു സുഖകരമായിട്ടുള്ള പ്രവൃത്തിയും ആയിരിക്കില്ല. പക്ഷെ എന്നാലും അവർക്കത് ചെയ്തേ പറ്റൂ. കാരണം ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ആൻസൈറ്റി ഉണ്ടാവും. ആൻസൈറ്റി ഉണ്ടാകുമ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് ഒട്ടും അത് എന്താ പറയുക, അതുമായിട്ട് നിൽക്കാൻ പറ്റില്ല. ഈ OCD എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിലെ അല്ലെങ്കിൽ ഒരു ഏർലി അഡൽട്ട്ഹുഡിലൊക്കെ കണ്ടുവരുന്നൊരു കാര്യമാണ്. ഇനി നമുക്ക് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് നോക്കാം. ഓക്കെ. അപ്പോൾ സ്ട്രെസ് ഡിസോർഡേഴ്സിൽ എന്താണ് പ്രത്യേകത? ഇവിടെ ഓൾറെഡി ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ചലഞ്ച് ഉണ്ടായിട്ടുണ്ടാകും, ഓൾറെഡി ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാകും. അപ്പം അതിനെ റിലേറ്റ് ചെയ്തിട്ട് അതല്ലെങ്കിൽ അതിന് ശേഷം നമുക്ക് വരുന്ന
പേടിയും ശരീരത്തിലുള്ള റെസ്പോൺസും ഒരു ആകുലതയും ഒക്കെയാണ് സ്ട്രെസ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിലൊരു 3 ഡിസോർഡേഴ്സാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. ഒന്നാമത്തേതാണ് PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. പോസ്റ്റ് ട്രോമ, അതായത് ഒരു ട്രോമാറ്റിക് ഇവൻറ്റിന് ശേഷം ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ ഒരു ആകുലത, പേടി, ഇത്തരത്തിലുള്ള ബോഡി റെസ്പോൺസൊക്കെയാണ് PTSD എന്ന് പറയുന്നത്. അപ്പം എന്താണ് ട്രോമാറ്റിക് ഇവൻറ്റ്? ട്രോമാറ്റിക് ഇവൻറ്റ് എന്ന് പറയുന്നത് പലതരം ട്രോമാറ്റിക് ഇവൻറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ, ഭൂചലനം, സുനാമി, ഇതൊക്കെ ലാൻഡ് സ്ലൈഡ്, ഇതൊക്കെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണല്ലോ. അതേപോലെ തന്നെ മാൻമെയ്ഡ് ഡിസാസ്റ്റർ ഉണ്ട്. ഇപ്പോൾ അണുബോംബ് അല്ലെങ്കിൽ എന്താ പറയുക, വിഷവാതകം ശ്വസിക്കുക, ഇതൊക്കെ മാൻമെയ്ഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സാണ്. പിന്നെ ആക്രമണങ്ങൾ, യുദ്ധം പോലെയുള്ള അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ആക്സിഡൻറ്റ്സ്, ഇതെല്ലാം ഒരു വ്യക്തിക്ക് ട്രോമ നൽകുന്ന സംഭവങ്ങളാണ്. പിന്നെ വയലൻ്റ് ആയിട്ടുള്ള മരണം അല്ലെങ്കിൽ ഒരാളെ ടോർച്ചർ ചെയ്യുന്നത്, ടെററിസം, റേപ്പ്, അല്ലെങ്കിൽ ഇതുമായിട്ട് ഇങ്ങനെ ഭയങ്കര ക്രൂരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രൈം വിറ്റ്നസ് ചെയ്യുന്നതോ അതിന് സാക്ഷിയാവുന്നതോ അല്ലെങ്കിൽ അത് നേരിട്ട് എക്സ്പോസ്ഡ് ആവുന്നതോ നേരിട്ട് അനുഭവിക്കുന്നതോ ഒരാളിൽ ട്രോമ ഉണ്ടാക്കും. സോ ഇതിനൊക്കെയാണ് നമ്മൾ ട്രോമാറ്റിക് ഇവൻറ്റ് എന്ന് പറയുന്നത്. ഇത്തരം ട്രോമാറ്റിക് ഇവൻറ്റിലൂടെ പോയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആളുടെ മൈൻഡിൽ എപ്പോഴും ആ ഒരു ഓർമ്മയായിരിക്കും. അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന പോലെ ആ ഒരു ഓർമ്മ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് ഫ്ലാഷ് ബാക്ക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആൾ സ്വപ്നം കാണുന്നതും ഇതേ കാര്യം തന്നെയായിരിക്കും. ഒന്നാമത് ആൾക്ക് ഉറക്കം കുറവായിരിക്കും. ഉറങ്ങിയാൽ തന്നെയും സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ നൈറ്റ് മെയേഴ്സ് ആയിട്ട് വരുന്നത് ഈ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചില ചിത്രങ്ങളായിരിക്കും. പിന്നെ ഉള്ളത് സീവിയർ ആൻസൈറ്റിയാണ്. ഇത്തരം ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു ലക്ഷണമാണ് സീവിയർ ആൻസൈറ്റി എന്ന് പറയുന്നത്. ബോഡി റെസ്പോൺസ് ഉണ്ടല്ലോ, നമ്മൾ ആൻസൈറ്റി സിംറ്റംസ് പഠിച്ചില്ലേ, അത്തരം അവസ്ഥകളൊക്കെ ഇവിടെ സംഭവിക്കും. പിന്നെ ഒരു തരം മരവിച്ച അവസ്ഥ ഉണ്ടാവും. ഇവർ ആരെടുത്തും മിണ്ടാതെ അല്ലെങ്കിൽ കഴിയുന്നതും ഫ്രണ്ട്സിനും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഇവർ ഒഴിവാക്കിക്കൊണ്ടിരിക്കും. കാരണം ആ ഒരു ഇവൻറ്റ് ഇവരെ അത്രത്തോളം ബാധിച്ചിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ആകെ ഡ്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനർജി മൊത്തം കുറഞ്ഞിട്ടുള്ള ഒരവസ്ഥയിലൂടെ, ആ ഒരു മരവിച്ച അവസ്ഥയിലൂടെ ആയിരിക്കും ഇവർ പോയിട്ടുണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ ഇവരെപ്പോഴും ഹൈപ്പർ വിജിലൻ്റ് ആയിരിക്കും. അതായത് എന്താണ് ഇവർ പേടിക്കുന്നത് അത് ഇനിയും സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതൽ ഇവർ എടുത്തു വയ്ക്കും. ഇവർ ഭയങ്കര വിജിലൻ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ അതൊരു വ്യക്തിയിൽ നിന്നാണ് സംഭവിച്ചെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്ലേസിൽ നിന്നാണ് സംഭവിച്ചെങ്കിൽ അവിടേക്ക് പിന്നെ അവർ പോകത്തില്ല. കഴിയുന്നതും അത് അവോയ്ഡ് ചെയ്യാനായിരിക്കും ഇവർ ശ്രമിക്കുക. അപ്പോൾ PTSD നമ്മൾ എപ്പോഴാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? ഇങ്ങനൊരു ട്രോമാറ്റിക് ഇവൻറ്റ് ഉണ്ടായി ഒരു കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു ഇത്തരം നമ്മൾ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വ്യക്തി കാണിച്ചിരിക്കും. അത് കഴിഞ്ഞ് ഒരു 6 മാസത്തോളം ഇത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ 6 മാസത്തോളം ഇത് ലാസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ PTSD എന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്ട്രെസ് ഡിസോർഡറാണ് അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിന് ശേഷം, അതിപ്പം നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും മരിക്കുക, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിക്കുക, യുദ്ധം സംഭവിക്കുക, ക്രിമിനൽ അസൾട്ട്, റേപ്പ്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ്, എന്തും ആവാം. അപ്പം ഈ ഒരു അനുഭവത്തിന് ശേഷം ഒരു 2-3 ദിവസത്തേക്ക് മാത്രം നിലനിൽക്കുന്ന അകാരണമായിട്ടുള്ള പേടി, ആകുലത, സ്ട്രെസ് റെസ്പോൺസ്, ഇതിനൊക്കെയാണ് നമ്മൾ അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായില്ലേ, അത് നേരിട്ട് അനുഭവിച്ചവരിൽ തന്നെ കുറച്ച് ദിവസത്തേക്ക്, ഒരു 1-2 ദിവസത്തേക്ക് മാത്രമായിട്ട് ഇത്തരം ആ ഒരു മെമ്മറി, അന്ന് രാത്രി ചിലവഴിച്ചതിൻ്റെ ആ ഒരു മെമ്മറിയും, അതേപോലെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, അതിനെപ്പറ്റി ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് തോന്നുക. അതായത്
കരച്ചിൽ, ഒറ്റപ്പെട്ട പോലെയുള്ള അവസ്ഥ, അതായത് ആരോടും മിണ്ടാതെ ഒറ്റയ്ക്ക് പോയിരിക്കുന്ന ഒരവസ്ഥ, ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ട്, ഇത് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം ആൾക്കാരുടെ കൂടെ ഇടപഴകുന്ന സമയത്ത് വളരെ ഒരു കാരണമായിട്ടുള്ള പേടി തോന്നുക, ആകുലതപ്പെടുക എന്നിവയെല്ലാം കാണും. പക്ഷെ അത് ഒരു 2-3 ദിവസം വരെ നിലനിൽക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആവും. പിന്നെ അവർ പതിയെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത് കാണാറുണ്ട്. ഇതിനെയാണ് നമ്മൾ അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു 2-3 ദിവസത്തേക്ക് മാത്രമേ ഈ ഒരു ആകുലതയും കാരണമായിട്ടുള്ള പേടിയും സ്ട്രെസ് റെസ്പോൺസൊക്കെ നിലനിൽക്കൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ റിലാക്സ്ഡ് ആവും. അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലാതെ തന്നെ ഇതിൽ ഇവർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ ഈ ഡിപ്രഷൻ, ആങ്കർ, ഓവർ ആക്ടിവിറ്റി ഇതും ഇത്തരം വ്യക്തികളിൽ കാണാറുണ്ട്. മൂന്നാമത്തെ നമ്മുടെ ഫൈനലായിട്ടുള്ള ഡിസോർഡറാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ. അഡ്ജസ്റ്റ്മെൻറ്റ് ആ പേരിൽ തന്നെയുണ്ട്. അതായത് നമ്മളിപ്പോൾ കേരളത്തിലുള്ള ഒരാൾ നോർത്ത് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫറായി. അപ്പോൾ അവിടുത്തെ ഫുഡ് വേറെയാണ്, അതേപോലെ തന്നെ കൾച്ചർ വേറെയാണ്. നമ്മുടെ കൂടെ ആരുമില്ല, നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി ഒന്നും നമ്മൾ അവിടെ ഇല്ല. ആ സമയത്ത് നമുക്കവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമുക്കവിടെ നിലനിൽക്കാൻ അല്ലെങ്കിൽ അവിടെ ഒന്ന് പിടിച്ചു നിൽക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുകയും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു സ്ട്രെസ്സ് വരിക അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ആൻസൈറ്റി വരിക, ഇത്തരം സിംറ്റംസ്, ബോഡി റെസ്പോൺസും ഉറക്കക്കുറവും ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ടും ശ്രദ്ധക്കുറവും അങ്ങനെയുള്ള ആ നമ്മൾ പറഞ്ഞിട്ടുള്ള സിംറ്റംസൊക്കെ കാണിക്കുന്നതിനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളാണ്. നമുക്ക് ഒരു ലൈഫ് ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത്, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന സമയത്ത് അതിനോട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ വരുന്ന ഒരു സ്ട്രെസ് കണ്ടീഷനാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ കാരണങ്ങളാണ് ഒരു വ്യക്തിനെ ഈ ആൻസൈറ്റി ആൻഡ് സ്ട്രെസ് ഡിസോർഡേഴ്സിലേക്ക് നയിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ കോസസിൽ നമ്മൾ ഫസ്റ്റ് വൺ ജെനറ്റിക്സ് ആണ് പറയുന്നത്. അപ്പോൾ ജെനറ്റിക്സിൽ 2 പോയിൻ്റേ ഉള്ളൂ. ഒന്നാമത്തേത് ഫാമിലി ഹിസ്റ്ററിയാണ്. ഫാമിലി മെമ്പേഴ്സിൽ ആർക്കെങ്കിലും ഇതുപോലെ ആൻസൈറ്റീസ് ഉണ്ടെങ്കിൽ, അതായത് അച്ഛനോ അമ്മയ്ക്കോ സിബ്ലിങ്സിനോ അതും അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഇതുപോലെ പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന സ്വഭാവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടിക്ക് ആൻസൈറ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നുള്ളത് സ്പെസിഫിക് ജീൻസ് ആണ്. ഈ ആൻസൈറ്റി ആൻഡ് സ്ട്രെസ്സ് ക്യാരി ചെയ്യുന്ന ജീൻസ് ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. സെക്കൻഡ് വണ്ണാണ് ന്യൂറോബയോളജി. ന്യൂറോബയോളജിയിൽ പറയുന്നത് സെറോട്ടോണിൻ, ഡോപ്പാമിൻ, ഗാബ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അപ്പം നമ്മുടെ ബോഡിയിലുള്ള ഇത്തരം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ കൂടുതലോ കുറവോ വരികയാണെങ്കിൽ, ഇംബാലൻസ് വരികയാണെങ്കിൽ അത് ആൻസൈറ്റിയിലേക്ക് ലീഡ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന, പ്രത്യേകിച്ചും ഫിയറിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബ്രെയിൻ ഏരിയയാണ് അമിഗ്ദല എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമിഗ്ദല ഭയങ്കരമായിട്ട് ആക്റ്റീവായാൽ, ഒരു നോർമൽ ലെവലിൽ നിന്നും കൂടുതൽ ആക്റ്റീവായി കഴിഞ്ഞാൽ അത് ആൻസൈറ്റിയിലേക്ക് ലീഡ് ചെയ്യും. തേർഡ് പോയിൻ്റാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ഇതിൽ പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, നമുക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ വളരെ ചെറുപ്പത്തിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ, അതിപ്പോൾ ചില ട്രോമയായിരിക്കാം അല്ലെങ്കിൽ അബ്യൂസ് ആയിരിക്കാം. അബ്യൂസിൽ തന്നെ വെർബൽ അബ്യൂസ് ഉണ്ട്, ഇമോഷണൽ അബ്യൂസ് ഉണ്ട്, ഫിസിക്കൽ അബ്യൂസ് ഉണ്ട്, സെക്ഷൽ അബ്യൂസ് ഉണ്ട്. അല്ലെങ്കിൽ പാരൻസ് വേണ്ട രീതിയിലുള്ള കെയർ കിട്ടാത്തത്, നെഗ്ലക്റ്റ്, എവിടെ നിന്നും ഒരു അവഗണന കിട്ടുന്നതും നമുക്ക് ഇത്തരത്തിലുള്ള ആൻസൈറ്റി കൂട്ടാൻ ചാൻസ് ആവും, അല്ലെങ്കിൽ ആൻസൈറ്റി ഉണ്ടാവാനുള്ള കാരണമാവുന്നുണ്ട്. പിന്നെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അതായത് ചില വ്യക്തികൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, എല്ലാ കാര്യവും ഓവർ തിങ്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ചെറിയ കാര്യത്തിന് പോലും പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരായിരിക്കും. അത് അവരുടെ ഒരു പേഴ്സണാലിറ്റി ട്രീറ്റാണ്, അതായത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടുണ്ടാവാം. അപ്പോൾ അത്തരം വ്യക്തികളിൽ ആൻസൈറ്റി ഡിസോർഡർ വരാനുള്ള ചാൻസ് കൂടുതലാണ്.
ഫോർത്ത് പോയിൻ്റാണ് എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സേഴ്സ്, നമ്മുടെ ചുറ്റുപാടിൽ നിന്നുള്ള കാരണങ്ങൾ. അതിൽ മെയിനായിട്ടും മേജറായിട്ടുള്ള ലൈഫ് ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ സാലറി കുറവാവുക, സാലറി ഇല്ലാതിരിക്കുക, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതിനനുസരിച്ച് നമുക്ക് സാലറി കിട്ടിയിട്ടില്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവുക, കടം വരിക, അങ്ങനത്തെ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ, അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം എന്താണ് എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സേഴ്സിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഉള്ളത് ചില വ്യക്തികൾ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും പേടി ലേൺ ചെയ്തെടുക്കാറുണ്ട്, അതായത് പഠിച്ചെടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പാരൻസിന് ആർക്കെങ്കിലും ഇതുപോലെ ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അവരെ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ പഠിച്ചെടുക്കും അല്ലേ. വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്ലെയിൻ ക്രാഷ് ആവുന്നത് ന്യൂസ് പേപ്പറിൽ വായിക്കുക അല്ലെങ്കിൽ ടി വിയിൽ കാണുക, ഓർ നമ്മൾ നേരിട്ട് വിറ്റ്നസ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നൊരു ഫിയർ ഡെവലപ്ഡ് ആവും. അപ്പോൾ ഈ ഫിയർ കാരണം പിന്നീട് നമ്മൾ പ്ലെയിനിൽ കയറാനൊന്നും മടിക്കും, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും പ്ലെയിനിൽ കയറുക എന്ന് പറയുമ്പോൾ തന്നെ. സോ ഇതിനെയാണ് ലേൺഡ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നോക്കാം. എന്തൊക്കെ ചികിത്സയാണ് നമ്മൾ ഈ ആൻസൈറ്റി ആൻഡ് സ്ട്രെസ് ഡിസോർഡേഴ്സിന് കൊടുക്കുന്നത്? അതിൽ ഫസ്റ്റ് തന്നെ മെഡിക്കേഷനാണ്, അതായത് മരുന്നുകളെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൽ മെയിനായിട്ടും SSRI ബെൻസോഡയാസെപൈൻ എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നാണ് നമ്മൾ കോമൺ ആയിട്ട് ആൻസൈറ്റി ഉള്ളവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മളെ ഒരു മെയിൻ ട്രീറ്റ്മെൻ്റ് ആണ്, നമ്മുടെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് CBT അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഈ ആൻസൈറ്റി സ്ട്രെസ്സ് ഉള്ളവരിൽ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള തോട്ട് പാറ്റേൺസ് നമ്മൾ കാണാൻ പറ്റും. നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് വേസ്റ്റ് സിനാരിയോസ് ആലോചിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ലോജിക്കലായിട്ടുള്ളൊരു തിങ്കിങ്ങേ അല്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട് പാറ്റേൺസിനെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് ഓർ ഹെൽത്തി ആയിട്ടുള്ള തിങ്കിങ്ങിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ചേഞ്ച് ആക്കുന്നതിനെയാണ് നമ്മൾ CBT എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് എക്സ്പോഷർ തെറാപ്പി. ഇത് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണോ അവർക്ക് പേടിയുള്ളത് ആ പേടിയുള്ള ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സിറ്റുവേഷനിലേക്ക് അവരെ പതിയെ വളരെ സേഫായിട്ട് എക്സ്പോസ് ചെയ്യിപ്പിക്കുകയാണ് ഈ ഒരു തെറാപ്പിയിൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, ഒരാൾക്ക് ചിലന്തീനെ പേടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്തെന്ന് വെച്ചാൽ ചിലന്തിയുടെ ഒരു ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ അവർക്ക് പേടി, ആ ഒരു സ്ട്രെസ് റെസ്പോൺസ് ഒക്കെ അവർ കാണിക്കും. അവരെ പതിയെ ഓക്കെ ആക്കിയതിന് ശേഷം, അതായത് ആ ഫോട്ടോ കാണാനുള്ള രീതിയിൽ അവരെ ഓക്കെ ആക്കിയതിന് ശേഷം അവർക്ക് ചിലന്തിയുടെ വീഡിയോ കാണിച്ചു കൊടുക്കും. ഇതിന് ശേഷം ഈ സ്പൈഡറിൻ്റെ ഒരു റബ്ബർ ഉണ്ടാവുമല്ലോ, അതായത് ജീവനില്ലാത്ത നമ്മൾ ടോയ്സ് ഉണ്ടാവുമല്ലോ, അത് അവരുടെ മുമ്പിലേക്ക് എക്സ്പോസ് ചെയ്യിപ്പിക്കും. അതിനും ഒക്കെ ശേഷമാണ് റിയൽ ആയിട്ടുള്ള ഒരു സ്പൈഡറിനെ നമ്മൾ ഗ്ലാസ്സിൽ വെച്ചിട്ട് അവരുടെ മുമ്പിലേക്ക് എക്സ്പോസ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ വളരെ പതിയെ വളരെ സേഫായിട്ട് അവർക്ക് എന്തിനോടാണോ പേടിയുള്ളത് അത്തരം ഒബ്ജക്റ്റ് ഒരു സിറ്റുവേഷനിലേക്ക് അവരെ എക്സ്പോസ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് എക്സ്പോഷർ തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നാലാമത്തെയാണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. എന്ത് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിലും അവരുടെ ജീവിത രീതിയും കൂടെ മാറ്റണം. എക്സസൈസ് ചെയ്യുക, അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഉറക്കം ശരിയാക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. മെഡിറ്റേഷൻ, യോഗ, ഡീപ് ബ്രെത്തിങ് എക്സസൈസ് ഒക്കെ നമുക്ക് അവർക്ക് സജസ്റ്റ് ചെയ്യാം. വേറൊരു മെത്തേഡാണ് 5-4-3-2-1 മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് വളരെ എഫക്റ്റീവായിട്ടൊരു മെത്തേഡാണ് ആൻസൈറ്റിക്കും സ്ട്രെസ്സിനും. അതായത് നമ്മളിപ്പോൾ വളരെ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ ആൻസൈറ്റി വരുന്നൊരു മൊമെൻ്റാണ്. അപ്പം നമ്മുടെ ശ്രദ്ധയൊക്കെ കുറഞ്ഞു വരും. ആ സമയത്ത് നമ്മുടെ കോൺസെൻട്രേഷൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ബോഡീനെ ഒന്ന് റിലാക്സ് ആക്കാനും നമുക്ക് ചെയ്യാവുന്നൊരു മെത്തേഡാണ് 5-4-3-2-1 മെത്തേഡ് എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ 5 കാര്യങ്ങൾ കാണുക, അതായത് അറ്റ് ദ മൊമെൻറ്റ്, ആ മൊമെൻറ്റിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് 5 കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുക, നമ്മുടെ ചുറ്റിലുള്ള 5 കാര്യങ്ങൾ. എന്നിട്ട് 4 കാര്യങ്ങൾ നമ്മൾ കേൾക്കുക, അതായത് 4 സൗണ്ടുകൾ നമ്മൾ ഒബ്സർവ് ചെയ്യുക. എന്തൊക്കെ സൗണ്ടാണ് നമ്മുടെ ചുറ്റിനും കേൾക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. 3 കാര്യങ്ങൾ ടച്ച് ചെയ്യുക.
ചുമ്മാ ടച്ച് ചെയ്താൽ പോരാ, നമ്മൾ അതിൻ്റെ ടെക്സ്ചർ അറിയണം. അതെന്താണ് ആ ടെക്സ്ചർ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പിന്നെ 2 കാര്യങ്ങൾ നമ്മൾ സ്മെല്ല് ചെയ്യുക. നമ്മുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സ്മെല്ല് ചെയ്യാനുണ്ടാവും, അപ്പോൾ അത് സ്മെല്ല് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാര്യം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് ആ ഒരു നമ്മൾ എപ്പോഴെങ്കിലും കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് രുചികരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫുഡിൻ്റെ ഓർമ്മ നമ്മളിൽ ഉണ്ടാവുമല്ലോ, അത് ഓർമ്മിച്ചെടുത്താലും മതി. ഓക്കെ, സോ ഇത്തരം മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നത് നമ്മുടെ ജീവിത രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതും ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാം ആൻസൈറ്റി ആൻഡ് സ്ട്രെസ് ഡിസോർഡർ കുറയ്ക്കാൻ സഹായിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് നമുക്ക് പറയാനുള്ളത്.